ഈ ഒരു ഐറ്റം ഒരു വട്ടം ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും ഉണ്ടാക്കും. ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. അപ്പഴ് കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കടുകിട്ട് പൊട്ടിച്ച് ചെറിയ ഉള്ളി ഇതുവരെയും ഒന്ന് വഴണ്ട് വരുന്നവരെയും ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് മസ്റ്റായിട്ട് ചേർക്കേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപയറാണ്. ഒരു 2 മണിക്കൂർ കുതിർത്തെടുത്തിട്ട് ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ ബിരിയാണി അരിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി അതായത് പച്ചരിയൊക്കെ എടുക്കാം. ഇനി വെള്ളവും ചേർത്ത് കുറച്ചധികം വെള്ളം ചേർത്ത് ഉപ്പിട്ട് മിക്സ് ആക്കിയിട്ട് കുക്കർ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 4 വിസിൽ കേൾക്കുന്നവരെ വേവിക്കുക. ആ സമയത്തിന് ഒരു പാനിലോട്ട് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം, ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഇനി മല്ലി, ഉലുവ, പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, പിന്നെ കുറച്ച് കുരുമുളക്, പിന്നെ നമ്മുടെ വറ്റൽമുളകും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയോടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ആക്കി എടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അരച്ച് മാറ്റി വെച്ചിട്ട് നമ്മുടെ വെന്ത് വന്ന ചോറിൻ്റെ മിക്സിലോട്ട് കുറച്ച് പുളിവെള്ളം ചേർക്കാം. പിന്നെ അരപ്പും ചേർത്ത് കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം റെഡിയായി. ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ പൊളിയാണ്. അപ്പോൾ എന്തായാലും